Hi friends, welcome to English classroom. Yes, in 9th standard we have discussed some of the items in the first term evaluations, examinations. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ ഫസ്റ്റ് ടേം എക്സാമിനേഷനായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. കുറേ ഗ്രാമറും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാം നമുക്ക് ചർച്ച തീർക്കുന്നിട്ട് നമുക്ക് സാമ്പിളിലേക്ക് പോകണം. ഇന്ന് അതിലെ വളരെ പ്രധാനപ്പെട്ട an important item, that is what we are going to discuss. It is sure it will be there in all the examinations and carries 5 score, right? 5 മാർക്ക് ഉണ്ടാവും. എല്ലാ പരീക്ഷകളിലുണ്ടാവും. നല്ലോണം ശ്രദ്ധിക്കണം. That is the item is dialogue completion. വളരെ പ്രധാനപ്പെട്ടതാണ്. 10 ഇതേ പാറ്റേണിലാണ് ഉണ്ടാവുക. നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തുമാണെങ്കിലും ചെയ്യാൻ കഴിയും. പിന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ടൊക്കെ പിന്നെ വിശദമായിട്ട് ചർച്ച ചെയ്യും. റെഡി അല്ലേ? തുടങ്ങാം നമുക്ക്. ദിസ് ദ ക്വസ്റ്റ്യൻ അപ്പിയർ ഇൻ 2016. നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് വായിച്ചു നോക്കുന്നുള്ള ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. നന്നായിട്ട് വായിച്ചു നോക്കി എന്നിട്ട് അവിടെ എന്താ വെക്കേണ്ടത് എന്ന് ആലോചിക്കുക. അതെങ്ങനെയാണ് വെക്കുക എന്നാലോചിക്കുക. വാട്ട് ഈസ് ടു ബി ഫിൽഡ് ദർ, ഹൗ ക്യാൻ ബി ഫിൽ ഇറ്റ്. ഈ രണ്ട് തലത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ചിലതിന് കറക്റ്റ് ഒറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ, ചിലതിന് ഒന്നിലേറെ കാര്യങ്ങൾ പോസിബിൾ ആയിരിക്കും. നല്ല ശ്രദ്ധിക്കാനൊക്കെ ഉണ്ടാവുക. നമുക്ക് നോക്കാം, ഒന്ന് വായിച്ചു നോക്കാം. രാമാരായൺ, ഹലോ തരുൺ. തരുൺ, ഹായ് സാർ, ഗുഡ് മോർണിംഗ്. രാമാരായൺ, യു ആർ അപ്സെറ്റ്. തരുൺ, യെസ് ഐ ഫെയിൽഡ് ഇൻ 2 subjects. Don't worry, I saw you running. You have a good future. Of course, I'll train you, but you must participate in a race on November 14th. Yes, you can win the race if I'll train you. Okay, sir, I'll try my best to win the race. വല്ലതും വായിച്ചു നോക്കുക, 3 വട്ടം വായിച്ചു നോക്കുക, എന്നിട്ട് ഒറ്റയ്ക്ക് എഴുതി നോക്കുക. എന്നിട്ട് ഇപ്പോൾ പോസ് ചെയ്തു കഴിയുന്നമാതിരി എഴുതി നോക്കുക. എന്നിട്ട് ഞാൻ ചർച്ചയിൽ കൂടുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നോക്ക്, യു ആർ അപ്സെറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തോ ചോദിക്കുകയാണ്. മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഈ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം കോമ ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായി അതിന് ശേഷം എസ്ഒ നോക്കെ ഉണ്ടാകുന്ന എനിക്ക് ഉറപ്പിക്കാം അവിടുത്തെ ചോദ്യം ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് ഉറപ്പിക്കാം. ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്ന വീഡിയോ ഉണ്ട്. നിങ്ങൾ സംശയമുള്ളത് കണ്ടുകൊണ്ട് 2 ലെവലിലുള്ളത്, ഏറ്റവും ബേസിക്കായ ലെവലിലുള്ള ഒരു വീഡിയോ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ക്ലാസ് ഉണ്ട്, വളരെ ഉയർന്ന ലെവലിലുള്ളതുണ്ട്. രണ്ടും നിങ്ങൾക്ക് കാണാം. ഓക്കെ, റൈറ്റ്. ഇപ്പൊ നോക്കാം, ചെറിയ രീതിയിൽ നോക്കാം. ക്വസ്റ്റ്യൻ ടാഗ് ആകുമ്പോൾ ഓക്സിലറി ഇൻഡ് പ്ലസ് സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ എന്നാണ് അതിന്റെ ഫോം. ആദ്യം നമ്മൾ എഴുതേണ്ട ഓക്സിലറി ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടത് ഈ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻഡ് ചേർക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സബ്ജക്റ്റ് എഴുതാവേണ്ടത്. സബ്ജക്റ്റ് ഓക്സിലറി ആണെങ്കിൽ അതുപോലെ, സോറി പ്രോനൗൺ ആണെങ്കിൽ സർവനാമാണെങ്കിൽ അതുപോലെ എടുക്കാം. ഏതൊക്കെയാണ് പ്രോനൗണുകൾ? ഐ, യു, ഐ, വി, യു, ഹി, ഷി, ദേ, ഇറ്റ്. ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ 1 ആണെങ്കിൽ നമുക്ക് അതുപോലെ എടുത്ത് എഴുതാം, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആഡ് എഴുതണം. ഓക്കെ, നോക്കാം. നമുക്ക് അതിനാണെങ്കിൽ 6 ഉണ്ട്, 6 വെച്ചു. നേറ്റീവ് വേർഡ് ഇല്ല, ഇൻഡ് വെച്ചു. യു, ആർ ഇൻഡ് യു എന്നാ വരും. യു ആർ ആകുമ്പോൾ 6 ഇൻഡ് യു. യു ആർ നോട്ട് ഉണ്ടെങ്കിലോ ആർ യു ആവും. ഹി ഈസ് ആണെങ്കിൽ ഈസ് ഇൻഡ് ഹി. ഹീസ് നോട്ട് ആണെങ്കിൽ ഹീസ് ഹി. ക്ലിയർ ആണ് ചെയ്യല്ലോ. ഓക്കെ, ഇനി ഇങ്ങനെ വന്ന് നോക്കുക. യു ഹാവ് എ ഗുഡ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് എന്തോ ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് ഓഫ് കോഴ്സ് ഐ ട്രെയിൻ യു എന്നാണ്. തീർച്ചയായും ഞാൻ നിനക്ക് ട്രെയിനിങ് തരും. അത് ചോദിക്കും. മക്കളെ ഇവിടെ എന്താ ചോദ്യം വരിക? എന്തായിരിക്കും തരുൺ ചോദിച്ചിട്ടുണ്ടാവുക? ശരി, നിനക്ക് ട്രെയിനിങ് തരും എന്ന് പറയും. ട്രെയിൻ തരുമോ എന്നല്ലേ ചോദിക്കുക. പെസോർണോ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പമാട്ടോ. നല്ലോണം ശ്രദ്ധിക്കുക. ഈ സെന്റൻസ് ആണ് ഉത്തരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഓക്സിലറി തലക്കൊക്കെ വെക്കുക. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ എങ്ങനെയാവുക? വിൽ ഐ ട്രെയിൻ യു എന്നാവും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഐ എന്ന് പറഞ്ഞാൽ തരുണ. ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ രാമാരായണനാണ്, ഇവിടെ യു എന്ന് പറഞ്ഞാൽ തരുണാണ്. പക്ഷെ തരുൺ ചോദിക്കുമ്പോൾ അത് മാറൂലേ? ഐ എന്നുള്ളത് യു ആണ്ടി വരും, നിന്നെ എന്നുള്ളത് എന്നെ ആണ്ടി വരും. അപ്പൊ എങ്ങനെ വരിക? വിൽ യു ട്രെയിൻ മീ. നിങ്ങൾ എന്നെ എനിക്ക് ട്രെയിനിങ് തരുമോ? വിൽ യു ട്രെയിൻ മീ. ക്ലിയർ അല്ലേ? ഇനി എന്തോ ചോദിക്കുമ്പോൾ ഉത്തരം പറയാണ് യെസ് യു ക്യാൻ വിൻ ദ റേസ്. അത് പറഞ്ഞ മാതിരി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ യു ക്യാൻ വിൻ ദ റേസ് എന്ന ഉത്തരം പറയണത്. നേരത്തെ പറഞ്ഞ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ക്യാൻ കൊണ്ടുവരും.
യെസ് ക്വസ്റ്റ്യൻ നല്ല ഒരു വീഡിയോ വിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം കറക്റ്റായി ചർച്ച ചെയ്യണത് കണ്ടാൽ സംശയമുള്ളവർക്ക് മനസ്സിലാവും. ക്യാൻ ഒക്കെ കൊണ്ട് ക്യാൻ യു വിൻ ദ റേസ് എന്ന് വരും. ഇവിടെ യു എന്ന് പറഞ്ഞാൽ തരുണാരായണം പറയുമ്പോ രാമനാരായണം പറയുമ്പോ ഏതാണ്? തരുണാണ്. അപ്പൊ തരുൺ ചോദിക്കുമ്പോ എന്താവും? യു എന്നുള്ളത് അയ്യോ. അപ്പൊ എന്നെ വരിക ക്യാൻ ഐ വിൻ ദ റേസ്. റെഡി അല്ലേ? ക്യാൻ ഐ വിൻ ദ റേസ്. ഇനി അടുത്തത് ഇഫ് ഡാഷ് ഐ വിൽ ട്രെയിൻ യു എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇഫ് ക്ലോസ് നമ്മൾ പഠിച്ചത് ഒന്നാമത്തെ പാഠത്തിൽ കുറച്ച് പഠിച്ചതിന് വിശദമായിട്ടുള്ള വീണ്ടും പിന്നെ ശ്രദ്ധിക്കണം എന്നല്ല. ഇവിടെ എന്താ വേണ്ടത്? നീ വിജയിച്ചാൽ ഞാൻ നിനക്ക് ട്രെയിനിങ് തരും. നീ വിജയിച്ചാൽ ഇഫ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സബ്ജക്റ്റ് ആൾക്കാർ. നീ എന്നുള്ള വാക്ക് എന്താ? യു ആണ്. അപ്പൊ ഇഫ് യു ആയി. ഇനി വെറുതെ വെക്കുക. നമ്മൾ ശ്രദ്ധിക്കണം. വെറുതെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നോക്കണം. അപ്പൊ ഇവിടെ വിൽ ട്രെയിൻ ആകുമ്പോ ഇവിടെ V1 ഉണ്ടാവുക. ഇവിടെ വുഡ് ട്രെയിൻ ആകുമ്പോ V2 ഉണ്ടാവുക. വുഡ് ഹാഡ് ട്രെയിൻഡ് എന്നാവുമ്പോ ഹാഡ് പ്ലസ് V3 ഉണ്ടാവുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് ഐ വർക്ക് ഐ വിൽ പാസ്. ഇഫ് ഐ വർക്ക്ഡ് ഐ വുഡ് പാസ്. ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് ഐ വുഡ് ഹാവ് പാസ്ഡ്. അപ്പൊ അവിടെ എന്താ വേണ്ടിയത്? നീ എന്ന് പറഞ്ഞു. വിജയിക്കാനുള്ള വാക്ക് ഏതാ? വിന്നാണ്. അപ്പൊ ഇഫ് ഐ വിൻ എന്നായി ദ റേസ്. അപ്പൊ എന്നെ വരിക നീനാകുമ്പോ ഇഫ് യു ആണ്. ഇഫ് യു വിൻ ദ റേസ് ഐ ട്രെയിൻ യു. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ നല്ലോന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കുക പോസ് ചെയ്തിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇത് ഉത്തരേറ്റ് താരതമ്യം ചെയ്യുക. ഫസ്റ്റ് ആറിൻ്റെ യു, ദെൻ വിൽ യു ട്രെയിൻ മീ, നെക്സ്റ്റ് ക്യാൻ ഐ വിൻ ദ റേസ്, യു വിൻ ദ റേസ്. ഇങ്ങനെയാണ് വരെ. ഇവിടെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ടാഗ് നമ്മൾ തുടങ്ങല് സ്മോൾ ലെറ്റർ കൊണ്ടാണ് കേട്ടോ. കാരണം മറ്റേ സെന്റൻസിന്റെ ഭാഗമാണതുകൊണ്ട് സ്മോൾ ലെറ്റർ മതി. ഓക്കെ ആണല്ലോ? റൈറ്റ്. അടുത്തേക്ക് പോയാലും ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ അപ്പിയറിംഗ് 2017. നല്ലോ വായിച്ചു നോക്കുക ആദ്യം. യു ആർ ഫ്രം ദ റെഫ്യൂജി ക്യാമ്പ്. ചോദ്യമാണ് യെസ് ഐ ആം. ചോദിക്കുമ്പോൾ ഉത്തരം പറയാം ബിക്കോസ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ക്യാരിയിങ് മൈ ബ്രദർ ഓൾ ഡേ ലോങ്. ഇത് ചോദിക്കുമ്പോൾ ഉത്തരം പറയാണ് ഷീ ഡൈഡ് ഗിവിംഗ് ബർത്ത് ടു മൈ മദർ. ഓ മൈ ഗോഡ് എന്തോ ചോദിക്കാണ്. അപ്പോ എന്തോ പറയാണ് മിക്കാലി പറയാൻ താങ്ക് യു വെരി മച്ച് സർ. അങ്ങനത്തെ ഒരു കാര്യമായിരിക്കും. അടുത്തത് പിന്നെ ചൈനാമേനപ്പം എന്തോ ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. ശ്രമിച്ചു നോക്കാരെന്ന് പോസ്റ്റ് ചെയ്ത് ചെയ്യണേ. നോക്കൂ. യു ആർ ഫ്രം റെഫ്യൂജി ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ ഒരു കോമണ്ട് ചോദ്യം ടാഗ് ആയിരിക്കുമല്ലോ. യു ആർ എന്ന ടാഗ് വരിക ഓക്സിലറി പ്ലസ് പ്രൊനൗൺ ആറിൻ്റെയോ ആണ്. ചർച്ച ചെയ്തുകൊണ്ട് കൂടുതൽ പറയണ്ട. എന്താ ചോദിക്കുമ്പോൾ ഉത്തരം പറയാം ഞാൻ ഇങ്ങനെ ഒരുപാട് നേരമായി ഒരു ദിവസങ്ങളോളം എന്ത് ചെയ്യാണ് എന്റെ ബ്രദറിനും ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഈ പകലൊന്നായിട്ട് അങ്ങനെ നടക്കുകയാണ്. രാവിലെ മുതൽ എന്നുള്ള സെൻസിലും പേർക്ക് കൊടുക്കാം നമുക്ക്. അതുകൊണ്ടാണ് എന്നാണ് ഉത്തരം പറഞ്ഞത്. അപ്പൊ എന്താ ചോദ്യം ചോദിക്കുന്നുണ്ടാവുക? അവിടെയൊക്കെ പലതും പോസിബിൾ ആണ്. ഒന്ന് ഞാൻ പറയാം. എന്താണ് നിങ്ങൾ വളരെ തളർന്ന മാതിരി കാണുന്നത്? വൈ ഡു യു ലുക്ക് ടയേർഡ് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. അങ്ങനത്തെ ചോദ്യമാണ് അവിടെ എഴുതേണ്ടത്. WH ക്വസ്റ്റ്യൻ ആവണം. അതുപോലെ തന്നെ തുടങ്ങുന്നത് വൈ കൊണ്ടാവണം. അപ്പോഴാണ് കാരണം വെച്ചിട്ട് നമ്മൾ ഉത്തരം പറയാം. ഇനി ഇവരെ പ്രസവിച്ചപ്പോ അമ്മ മരിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. റെഡിയല്ലേ? അപ്പൊ എന്തായാലും ചോദിക്കുന്നുണ്ടാവുക അതിന്റെ അമ്മ എവിടെയാന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ അമ്മക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദ്യങ്ങൾ. അതായത് WH ക്വസ്റ്റ്യൻ വേണ്ടിയിട്ട് വേർ ഈസ് ഹിസ് മദർ, വാട്ട് ഹാപ്പൻ ടു ഹിസ് മദർ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞിട്ട് ചൈനാമേനെ എന്തോ ഇവിടെ താങ്ക് യു പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഓഫർ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഐ ക്യാൻ ഹെൽപ്പ് യു എന്നോ ഐ വിൽ ഹെൽപ്പ് യു എന്നൊക്കെ ആവാം. ഇപ്പൊ താങ്ക് യു പറഞ്ഞാൽ നീ കൂടെ പോലുള്ള സെൻസിലല്ലേ പറയേണ്ടി വരിക. കം വിത്ത് മീ, ഫോളോ മീ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇൻവിറ്റേഷന്റെ സെന്റൻസ് ആയിരിക്കും ഉണ്ടാവുക. റെഡി അല്ലേ? ഓക്കെ. എഴുതിയൊക്കെ റൈറ്റ്. ഇനി എന്ത് ചെയ്യുക? ഉത്തരം കമ്പയർ ചെയ്യുക. ആറിൻ്റെ യു, വൈ ഡു യു ലുക്ക് ടയേർഡ്, വേർ ഈസ് ഹിസ് മദർ, ഐ വിൽ ഹെൽപ്പ് യു, കം വിത്ത് മീ. റെഡി അല്ലേ മക്കളെ? Now let us move on to next question, that is which appeared in which appeared in 2018. ശ്രദ്ധിക്കണേ. ഒറ്റയ്ക്ക് ശ്രമിച്ചു നോക്കൂ. You failed in the terminal examinations. Yes, Dad. I can't concentrate on my studies. Then what's your plan about your future? എന്താ ചോദിക്കാണ്. If you are really interested in becoming a good runner, thank you, Dad. It's my passion.
ബട്ട് ഐ വാണ്ട് യു പാസ് ദ എക്സാംസ് ആസ് വെൽ. എന്തോ പറയണം, ഒന്ന് ശ്രമിച്ചു നോക്കാമായിരുന്നു. ഒറ്റയ്ക്ക് എളുപ്പമാണ്. പോസ് ചെയ്തിട്ട് ചെയ്യണേ, എഴുതി വെക്കുക, എന്നിട്ട് അടച്ചു വെക്കുക, എന്നിട്ട് ചർച്ച കേൾക്കാൻ വീണ്ടും നോക്കുക, ഒറ്റയ്ക്ക് ചെയ്യുക, പിന്നെ ആൻസർ ആയിട്ട് കമ്പയർ ചെയ്യുക. റെഡി അല്ലേ? ഓക്കെ. ഫസ്റ്റ് എന്താ, യു ഫെയിൽഡ് ഇൻ ദി എക്സാമിനേഷൻ ആണ്. നമുക്കാരെ ക്വസ്റ്റ്യൻ അത് സ്റ്റേറ്റ്മെന്റ് ആണ്, കോമണ്ട് ചോദിച്ചിട്ടുണ്ട്, ടാഗ് ആയിരിക്കുമല്ലോ വേണ്ടി വരാം. യു ഫെയിൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഓക്സിലറി ഇല്ല. നമ്മൾ 3 തലത്തിലാണ് അങ്ങനത്തെ വരിക. ചർച്ച ചെയ്യേണ്ട വീഡിയോയിലാണ് ശ്രദ്ധിക്കുന്നത്. ഒന്നുകിൽ ഫെയില് വരും, ഫെയിൽസ് വരും, ഫെയിൽഡ് വരും. ഫെയിലും ഫെയിൽസും നമുക്കറിയാം പ്രസന്റ് ആണ്. പ്രസന്റ് ആണ്, യെസ് ഇല്ലെങ്കിൽ ഡു എഴുതിയാൽ മതി. ഫെയില് പോലെയാണെങ്കിൽ. ഫെയിൽസ് ആണെങ്കിൽ നമ്മൾ ഡസ് എഴുതുക. ഫെയിൽഡ് ആകുമ്പോ എന്തായിരിക്കും, പാസ്റ്റ് ആകുമ്പോ ഡിഡാ വരും. ഇപ്പൊ ഡിഡ് കൊടുത്തു, നോട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് ഒന്നുമില്ല. ഇപ്പൊ ഡിഡിൻഡായി യു, ഡിഡിൻഡ് യു എന്ന് ഉത്തരം വരും. അതല്ലേ? ഐ കാൻ കോൺസെൻട്രേറ്റ് ഓൺ മൈ സ്റ്റഡീസ്. പല ചോദ്യങ്ങൾ ചോദിക്കാം. എന്താണ് എന്റെ പ്രശ്നം ചോദിക്കാൻ വേണമെങ്കിൽ വാട്ട്സ് യുവർ പ്രോബ്ലം, വൈ ഡു യു ഫെയിൽ ഇൻ ദ എക്സാമിനേഷൻ എന്നൊക്കെ ചോദിക്കാം. സെൻസിബിൾ ആയ മാർക്ക് കിട്ടും. റെഡി അല്ലേ? Then what's your plan about your future? എന്താണ് എന്റെ പദ്ധതി? എന്തായിരിക്കും പറയുണ്ടാവുക? I want to be the fastest runner in the world എന്നൊക്കെ നമുക്ക് ഉത്തരം പറയാം പാഠത്ത് വെച്ചിട്ട്. ഇനി if you are really interested in becoming a good runner, നോക്ക് if ക്ലോസ് ആണ്. if you are എന്നാണ് ഇവിടെ ശ്രദ്ധിക്കണേ. ആർ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണ്, V1 ആണ്. അപ്പൊ വില്ല് ചേർത്തിട്ടായിരിക്കും നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടി വരിക, വെക്കേണ്ടി വരും. റെഡി അല്ലേ? അപ്പൊ എങ്ങനെ വരിക? എനിക്ക് പ്രശ്നമില്ലാന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ ഐ വിൽ ഹാവ് നോ ഒബ്ജക്ഷൻ, വേണമെങ്കിൽ ഐ വിൽ ഹെൽപ്പ് യു എന്നൊക്കെ രീതിയിലാവാം ചെയ്യുന്നത്. റെഡി അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി അവിടെ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞിട്ട് നമ്മൾ വെക്കുന്നത് ഏതാണ്, സബ്ജക്ട് വെച്ചിട്ട് പിന്നെ വില്ല് വെച്ചിട്ട് എഴുതണം. അത് ശ്രദ്ധിച്ചാൽ വില്ല് കഴിഞ്ഞിട്ട് V1 ആവുക നമുക്കറിയാം, അങ്ങനെ എഴുതണ്ട. പിന്നെ ക്യാനും മേയും അതുപോലെ തന്നെ ഷാളൊക്കെ വരാം, പിന്നെ ചർച്ച ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ. താങ്ക് യു ഡാഡ്, ഇറ്റ് ഈസ് മൈ പാഷൻ എന്ന് പറഞ്ഞു. ബട്ട് ഐ വാണ്ട് ടു പാസ് ദ എക്സാംസ് ആസ് വെൽ. പരീക്ഷയ്ക്കും വിജയിക്കണം. എന്തായിരിക്കും അവിടെ പറയുണ്ടാവുക? ഐ ട്രൈ ദ ബെസ്റ്റ്, മൈ ബെസ്റ്റ് ഡാഡ് എന്നൊക്കെ പറയാം. ഒരു പ്രോമിസ് കൊടുക്കാം. റെഡി അല്ലേ? അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ ഉത്തരം കമ്പയർ ചെയ്യാം. ഉത്തരം ഞാൻ പറഞ്ഞിട്ട് നമ്മൾ നോക്കുക. വീണ്ടും നമ്മൾ അതിന്റെ കറക്റ്റ് ആൻസേഴ്സുമായിട്ട് താരതമ്യം ചെയ്യുക. ഡിഡിൻഡ് യു ഇവിടെ വേണമെങ്കിൽ ഒന്നിലേറെ ഓപ്ഷൻ പറ്റൂട്ടോ, കുഴപ്പമില്ല. ഇതേ പാടുള്ളൂ, വേറെ ഒന്നും എഴുതാൻ പറ്റൂല. റൈറ്റ്, ഇവിടെയും ഒന്നിലേറെ ഓപ്ഷൻ പറ്റും. സെൻസിബിൾ ആവുക എന്നുള്ളതേ ഉള്ളൂ. ഐ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ. ലാസ്റ്റ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ നോക്കണം, നല്ലോട്ട് വായിച്ചു നോക്കൂ. അവസാനത്തെ, മൈ ഡിയർ ബോയ്, വൈ ആർ യു ക്രൈങ്? ഐ ഫീൽ സോ ലോൺലി. യു ആർ ഫ്രം ദ refugee camp. Yes, I am. Is my brother on the shoulder and he is hungry. I can't take him to my mom because she is no more. Oh, I'm sorry. If you come with me, don't worry boy, my wife will feed the child. Ready അല്ലേ? ഒന്ന് ചെയ്ത് നോക്കുക. ഒറ്റക്കൊന്ന് പോസ് ചെയ്തിട്ട്. ഇവിടെ എളുപ്പമാണ്. യു ആർ എന്നാണ് ഇവിടെ തുടങ്ങുന്നത്. സ്റ്റേറ്റ്മെന്റ് ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ടാഗ് പറയും ആർ ഇൻ ഡി യു. എന്തായിരിക്കും ഇവിടെ ചോദിക്കുന്നുണ്ടാവുക? പല രീതി ഓരോ ഭാഗത്തിന് ഒന്നായിട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്താ വൈ ആർ യു സാഡ് എന്നൊക്കെ ചോദിക്കാം. ഒരു ഭാഗം മാത്രം എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചോദിക്കാം? ഈ ഭാഗം എടുക്കുമ്പോൾ വാട്ട് ആർ യു ക്യാരിങ് ഓൺ ദ ഷോൾഡർ, ഓൺ യുവർ ഷോൾഡർ എന്നൊക്കെ ചോദിക്കാം. ഇനി ശ്രദ്ധിക്കണേ, ഐ കാൻ ടേക്ക് ഹിം ടു മം ബിക്കോസ് ഹീസ് നോമർ. എന്തായിരിക്കും ചോദ്യം? എനിക്ക് അമ്മനെ കൊണ്ടാൻ പറ്റില്ല, കാരണം അമ്മ ജീവിച്ചിരിപ്പില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ എന്തുകൊണ്ടാണ് കൊണ്ടേ കൂടെ ചോദിക്കണ്ടാവും. അങ്ങനെ ചോദ്യം വരിക, വൈ കാണ്ട് യു ടേക്ക് ഹിം ടു യുവർ മദർ, വൈ ഡോണ്ട് യു ടേക്ക് ഹിം ടു യുവർ മദർ എന്നൊക്കെ ആവാം. റെഡി അല്ലേ? അടുത്തത്, ഐ എം സോറി ഇഫ് യു കം വിത്ത് മീ, ഞാൻ സഹായിക്കാം, ഐ വിൽ ഹെൽപ്പ് യു എന്ന് എഴുതിയാൽ മതി. ഇനി ഡോണ്ട് വറി മൈ ബോയ്, മൈ വൈഫ് വിൽ ഫീഡ് ദ ചൈൽഡ്. അപ്പോ താങ്ക് യു സാറോ ഒക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. കാര്യം ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? താങ്ക്സ് ആണ് പറയല്ലേ? ഓക്കെ. ചെയ്തതിന് ശേഷം ഒത്തുനോക്കണേ. ആർ ഇൻ യു, വാട്ട് ആർ യു ക്യാരിങ് ഓൺ യുവർ ഷോൾഡർ, വൈ ഡോണ്ട് യു ടേക്ക് ഹിം ടു യുവർ മദർ, ഐ വിൽ ഹെൽപ്പ് യു, താങ്ക് യു സർ. ക്ലിയർ അല്ലേ?
നല്ലോണം ശ്രദ്ധിക്കണം മക്കളെ. എല്ലാ പരീക്ഷയ്ക്കും വരുന്നതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ഗ്രാമർ ഐറ്റം വരുന്നതാണ്. ഓരോന്നായിട്ടും സെപ്പറേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നത് നന്നായി ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ഉറപ്പിക്കണം. 10ാം ക്ലാസ്സിൽ ഇതേമാതിരി ചോദ്യങ്ങളിൽ 5 മാർക്ക് ഉറപ്പിച്ചിട്ടുണ്ടാകും. റെഡി അല്ലേ? ഓക്കെ, ഐ തിങ്ക് യു ഹാവ് ലേൺ വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. Meet you again. Till then, goodbye.